ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ക്യൂട്ട് ബോ സ്ലൈഡാട്ടോ. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ള. നല്ല ക്യൂട്ടാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മൾ ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കുന്നത് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാട്ടോ. വേസ്റ്റ് മെറ്റീരിയൽസ് എന്ന് ഇത് കണ്ടാൽ തോന്നില്ലേലും ഇത് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി വന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴും ഇതുപോലെയുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് വേണം. ഇതുപോലെ കളറൊക്കെ ഫെയ്ഡായ സ്ലൈഡ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമുക്കിവിടെ ഒരു സ്ലൈഡിൻ്റെ ആവശ്യമുള്ളൂ. എങ്കിലും ഞാൻ 2-3 സ്ലൈഡ് എടുത്തിട്ടുണ്ട്. ചെറിയ ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ആ മെറ്റീരിയൽ പീസസിൽ നിന്ന്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പീസ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഡിസൈനും പിന്നെ അല്ലാതെ ആ സെയിം കളറിൽ തന്നെ നെറ്റ് മാത്രമായിട്ടുള്ള ഡിസൈനും ഉണ്ടായിരുന്നു. അത് രണ്ടിൽ നിന്നും ഒരു വലിയ റെക്റ്റാങ്കിളും പിന്നെ ഒരു ചെറിയ റെക്റ്റാങ്കിളും ആയിട്ട് കട്ട് ചെയ്തെടുത്തു. കാരണം നമുക്ക് 2 സൈസിലെ ബോയാണ് ചെയ്യേണ്ടതല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ് എടുത്തത്. ഇനി 2 സൈഡും നമുക്കൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചത്, പക്ഷേ ഗ്ലൂ സ്റ്റിക്ക് എന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചു. അത് കരിഞ്ഞു പോയി ഗൈസ്, കരിഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഗ്ലൂ സ്റ്റിക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണി വെച്ച് യൂസ് ചെയ്യണമെന്ന് തന്നെ ഞാനിവിടെ എടുത്തപ്പോൾ ക്യാൻഡിലിൻ്റെ ഒരു ഹീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയായി പോയത്. പകരം ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തത് കേട്ടോ. ഫെവി ബോണ്ട് നമുക്ക് ഏത് മെറ്റീരിയലും ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒട്ടിച്ചത്. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 സൈഡ്സും ഒട്ടിച്ചെടുക്കാം. ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും. നമ്മൾ ഒത്തിരി ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പിന്നെ നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടായിരുന്നു കുറച്ച് പാട്. അങ്ങനെ 2 സൈഡും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സൈഡ്സും. ഇനി ഞാൻ ആ 2 ഓപ്പോസിറ്റ് സൈഡ്സും അതുപോലെ അതിൻ്റെ ബാക്കി 2 സൈഡ്സ് ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ റെക്റ്റാങ്കിളും ഈ സൈഡ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റ് 2 സൈഡ്സ് ഒട്ടിക്കുന്നില്ല, ലെങ്ത്ത് വരുന്ന സൈഡ്സ് ഒട്ടിക്കുന്നില്ല. അത് നമുക്ക് വേറൊരു രീതിക്കാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 2 സൈഡ്സ് മാത്രം ഒട്ടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ 2 സൈഡ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഒരു പകുതിക്ക് വെച്ച് 2നെയും ഇങ്ങനെ ഒന്ന് മടക്കുക. ആ മടക്കിയിട്ട് നമ്മൾ ആ 2ാമത്തെ മടക്ക് വരുന്ന അവിടെ അല്ലെങ്കിൽ ആദ്യത്തെ മടക്കിൻ്റെ അവിടെയോ ഇതുപോലെ ഗ്ലൂ ചെയ്യുക. എന്ന് വെച്ചാൽ 2ാമത്തെ മടക്കും ആദ്യത്തെ മടക്കും തമ്മിലൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ആ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു തിക്നെസ് കുറച്ചെങ്കിലും കുറയുള്ളൂ. കാരണം കുറച്ച് തിക്കായിട്ട് അതങ്ങനെ ഇരിക്കും. ഇനി നമ്മുടെ സ്ലൈഡ് എടുക്കാം. സ്ലൈഡ് ഇപ്പം തന്നെ എടുക്കണമെന്നൊന്നും ഇല്ല നമുക്ക്, കാരണം അതിന് മുമ്പ് ചെറിയ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു സ്ലൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന രീതിക്ക്, എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടായിട്ട് ഒട്ടിച്ച സൈഡ് വരരുതല്ലോ. അപ്പോൾ ഫ്രണ്ടായിട്ട് നമുക്ക് നല്ല സൈഡും ഒട്ടിച്ച സൈഡ് ബാക്കായിട്ടും കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് നമ്മൾ സാരിക്കൊക്കെ പ്ലേറ്റ് എടുക്കുന്ന പോലെ ഇതുപോലൊന്ന് അങ്ങാട്ടിങ്ങാട്ട് എന്നുള്ള രീതിക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ടാസ്ക്കായിട്ട് തോന്നും, പക്ഷേ നല്ല സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്താൽ നമ്മുടെ ബോ റെഡിയാവും. ആ സെയിം ഒരു കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാനിതൊന്ന് ടൈ ചെയ്ത് കൊടുത്തത് ഒരു നൂലുപയോഗിച്ച്. അങ്ങനെ സെയിം കളർ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ അതിൻ്റെ പൊക്കത്തിനി ചെറിയ കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ഒരു മാച്ചായിട്ടുള്ള കളറാണ് എടുത്തതെന്നുള്ളൂ കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഒരു 3-4 റൗണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലൂടെ തന്നെ
ഈ സെക്കൻഡ് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നല്ലോ, അതിനെയും കൂടി ഒന്ന് ജസ്റ്റ് അങ്ങോട്ടിങ്ങോട്ട് എന്നുള്ള ആ രീതിക്ക് ഒന്ന് മടക്കി അതിനെയും നൂലും കൊണ്ടൊന്ന് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ സ്ലൈഡുമായിട്ട് സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം സ്ലൈഡിൻ്റെ ചെറിയ ബോ. അപ്പോൾ സ്ലൈഡ് എപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. കാരണം ആ സ്ലൈഡിൻ്റെ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ കയറുന്ന ആ ഒരു സൈഡുണ്ടല്ലോ, ആ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ചായിരിക്കുമ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ അതെല്ലാം കൂടി അത് പറ്റാനുള്ള ചാൻസ് ഉണ്ട്, ഗ്ലൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുന്നതാണ് നല്ലത്. മറ്റേ രീതിക്ക് ഒട്ടിച്ചാലും കുഴപ്പമില്ല, ഇതുപോലെ ചെറുതായിട്ട് ഒട്ടുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്നത് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട് സൈഡ് വരുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇതിങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബോയായിട്ട് തോന്നില്ല, കാരണം ഒരു പൂവിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ബോസ് നല്ല രസമായിരിക്കും കേട്ടോ. പക്ഷേ ഇതിനെ തന്നെ നമുക്ക് പല പല സൈസിൽ ചെയ്യാം. ഇനിയും വലുതാക്കി ചെയ്യാം, ഇനിയും ചെറുതാക്കി ചെയ്യാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നമ്മുടെ സെക്കൻഡ് കുഞ്ഞി ബോ അത് അതിൻ്റെ സെൻറ്ററിലോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി നമുക്ക് ഭംഗിയാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് നേരത്തെ പറഞ്ഞില്ലേ അതേപോലത്തെ ബീഡ്സ്, നമ്മളുടെ സാധാരണ മാലയൊക്കെ ഉണ്ടാക്കുന്ന ബീഡ്സിൽ ഇതുപോലത്തെ ബീഡ്സ് യൂസ് ചെയ്യാം. അതും ഞാനൊരു കോൺട്രാസ്റ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി സെയിം ഗ്ലൂ തന്നെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ബോൾസ് ആണെങ്കിലും ഏത് ബീഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ സ്റ്റോൺസ് ആണെങ്കിലും നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള 2 ബീഡ്സാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ല രസമായില്ലേ? അങ്ങനെ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് സ്ലൈഡ്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സ്ലൈഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? നമ്മളെന്തായാലും കടയിൽ നിന്ന് ഇങ്ങനത്തെ സ്ലൈഡ്സ് വാങ്ങുമ്പോൾ നല്ല പ്രൈസാവും. പക്ഷെ നമുക്കിത് വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ ഞാനൊന്ന് ആക്കി നോക്കിയതാണ്. അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി കടയിൽ കിട്ടുന്ന പോലെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു ഷീറ്റിനെ 2 ഹോളിട്ട് എടുത്താൽ ഇതുപോലെ നമുക്കത് കയറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ബോ സ്ലൈഡ്?